ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 18 നക്സലുകളെ വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ജവാനും കൊല്ലപ്പെട്ടു. വനത്തിൽ രാവിലെ 7 മണിയോടെ ഗംഗലൂർ പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. മനു ഭരത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ നക്സൽ വേട്ടയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. ഈ നക്സൽ സേന അല്ലെങ്കിൽ നക്സലൈറ്റുകൾ വളരെ കൂടുതലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യമുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു ഇത്. എങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. ടോം, ഈ ഛത്തീസ്ഗഡിൽ നക്സലൈറ്റുകൾക്കെതിരെ ശക്തമായ ഒരു ഓപ്പറേഷൻ തുടർച്ചയായി തന്നെ അവിടുത്തെ സുരക്ഷാ സേന നടത്തുന്നു എന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ 31 പേർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ 31 നക്സലൈറ്റുകളെ വധിച്ച ഒരു ഓപ്പറേഷൻ അവിടെ നടന്നത്. അതേ സ്ഥലത്ത് തന്നെ ഇന്ദ്രാവതി വനത്തിന് സമീപത്ത്, അതായത് ഈ ദണ്ഡേവാഡ ജില്ലയുടെ അതിർത്തി, ബിജാപൂർ ദണ്ഡേവാഡ ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ വനപ്രദേശം. അവിടെയാണ് ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായി രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. ആ ഘട്ടത്തിൽ നക്സലൈറ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് സുരക്ഷാ സേന തിരിച്ച് ആക്രമിച്ചത്. അപ്പോൾ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വനപ്രദേശമാണ്. അതിനുള്ളിൽ നിരവധി നക്സലൈറ്റുകളുടെ വലിയ സംഘം തന്നെ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ ഛത്തീസ്ഗഡ് സുരക്ഷാ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തുടർച്ചയായ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുക എന്നത് ഒരു ഇടവിട്ടുള്ള ഒരു രീതിയായി അവിടെ സുരക്ഷാ ഏജൻസികൾ തുടരുന്നുമുണ്ട്. അതാണ് ഇന്ദ്രാവതി വനത്തിന് തൊട്ടടുത്തായി 31 നക്സലൈറ്റുകളെ കഴിഞ്ഞ മാസം ഏറ്റുമുട്ടലിൽ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ഏറ്റുമുട്ടലിൽ അവർ ആദ്യം നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ശക്തമായ ഏറ്റുമുട്ടൽ നടന്നത്. 18 പേരെ ആദ്യഘട്ടത്തിൽ തന്നെ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് വധിച്ചതിന് ശേഷം അവരിൽ നിന്ന് മാരക ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും ഒക്കെ പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥന്, അതായത് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഒരു ജവാന് ആക്രമണത്തിൽ പരിക്കേറ്റു. അദ്ദേഹം വീരമൃത്യു വരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ മറ്റൊരു സ്ഥലത്ത്, അതായത് മനു സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ 2 മാസത്തിനിടെ 50ഓളം നക്സലുകളെ വധിക്കാൻ കഴിഞ്ഞു. ഈ നക്സലുകളുടെ വലിയൊരു സാന്നിധ്യമുള്ള പ്രദേശമാണോ ഈ ബിജാപൂർ ജില്ല? ഇവിടെ ഇനിയും അങ്ങനെയെങ്കിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് പറയുന്നു. കൂടുതൽ നക്സൽ സംഘങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ സംസ്ഥാനം തന്നെ കൂടുതലും ഒരു വനപ്രദേശം ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് പല യുവാക്കളും ഇത്തരത്തിൽ നക്സലൈറ്റ് ആശയങ്ങളിലേക്കൊക്കെ വഴിമാറിപ്പോയി. ഇതിൻ്റെ ഒരു വലിയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ സർക്കാർ അതൊക്കെ മാറ്റുന്നതിനായുള്ള വലിയ ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുക, വിദ്യാഭ്യാസം അവരിലേക്ക് എത്തിക്കുക, അവരെ ദേശീയ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യം അവിടെ നടക്കുന്നു. പക്ഷേ അപ്പോഴും ഈ തീവ്ര ഇടത് ആശയം അവിടെ പല ആളുകളിലേക്കും വ്യാപിക്കുകയും അവർ ഈ വനപ്രദേശത്ത് ഒളിച്ചിരുന്ന് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ആളുകളെ കീഴടങ്ങാനുള്ള അവസരം കൊടുക്കുക, അവരെ മാറി ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് തൊഴിൽ കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളോട് അവരെ മാറ്റാൻ ഒരു വശത്ത് ശ്രമിക്കുകയും മറുവശത്ത് ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ അവർക്കായുള്ള തെരച്ചിൽ ശക്തമാക്കുക, അവർ ഇങ്ങോട്ട് വെടിയുതിർക്കുമ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുക തുടങ്ങിയ നിലപാടുകൾ ഛത്തീസ്ഗഡിൽ അടുത്തിടെയായി ശക്തമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ഈ നക്സലൈറ്റ് പ്രശ്നം ഛത്തീസ്ഗഡിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു നിലപാട് സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ നാഷണൽ പാർക്കിൻ്റെ ദേശീയ ഉദ്യാനത്തിൻ്റെ സമീപത്ത് ഈ ഓപ്പറേഷനുകൾ നടത്തുന്നത്. നേരത്തെ തന്നെ ഈ ദണ്ഡേവാഡ പ്രദേശം നമുക്കറിയാം, എത്രയോ കാലങ്ങളായി നക്സലൈറ്റുകളുടെ പിടിയിലായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിനോട് ചേർന്നുള്ള ബീജാപൂരിൻ്റെ അതിർത്തിയിൽ വെച്ചാണ് ഈ സംഘങ്ങൾ ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഇന്ദ്രാവതി വനത്തിന് ചുറ്റും സേന വളഞ്ഞിരിക്കുന്നു. അവിടെ വളരെ ആഴത്തിലുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ 1 മാസത്തിന് മുമ്പ് ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായത്. വീണ്ടും അവിടെ സമാനമായി ഇവരുടെ സാന്നിധ്യമുണ്ട് എന്ന ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ഓപ്പറേഷനും പ്ലാൻ ചെയ്തത്
എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് രാവിലെ 7 മണിയോടുകൂടി സേനയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. ഏതായാലും ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഉദ്യോഗസ്ഥരും അങ്ങനെ ഒരു ബൃഹത്തായ ഒരു സംഘമാണ് അവിടെ ചെന്ന് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആധുനികമായ ആയുധങ്ങളും മറ്റുമൊക്കെ ഈ ആൻറ്റി നക്സൽ സ്ക്വാഡിനൊക്കെ ഉണ്ട്. അതൊക്കെ നക്സലൈറ്റുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വെടിയുതിർക്കുമ്പോൾ അവർക്ക് നേരെ തിരിച്ചു വെടിവെക്കാനൊക്കെ അല്ലെങ്കിൽ അവരെ തിരിച്ചാക്രമിക്കാനൊക്കെ ശക്തമായ സംവിധാനം അവിടെ സേനാ അംഗങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നക്സലൈറ്റുകളെ അവസാനിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. അപ്പോൾ 18 പേർ മരിച്ചു എന്നാണ് ആദ്യം വിവരം വന്നത്. ഇപ്പോൾ 4 പേർ കൂടി മരിച്ചതായി വിവരം വന്നിരിക്കുന്നത്. അത് ബിജാപ്പൂരിലാണോ കങ്കേർ എന്ന ഒരു ജില്ലയിലാണ് 4 പേർ മരിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ബിജാപ്പൂരിൽ 18 പേർ മരിച്ചിരിക്കുന്നു, കങ്കേറിൽ ജില്ലയിലാണ് മറ്റ് 4 പേർ മരിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഉടനീളം നക്സലൈറ്റ് സാന്നിധ്യമുള്ള അടുത്തെല്ലാം തുടർച്ചയായി ഓപ്പറേഷനുകൾ നടക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ ബിജാപ്പൂർ ജില്ലയിൽ ഉൾപ്പെടെയാണ് ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന നക്സലുകളെ വധിച്ചത്. 18-ൽ 20ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.